ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Joy Alucas. ചാലക്കുടി പുഴയിലെ കാടുകുറ്റിക്കടവിൽ കുളിക്കാനിറങ്ങിയ 2 വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. കാടുകുറ്റി സ്വദേശികളായ മിനോഷ്, ആഗ്നൽ എന്നിവരാണ് മരിച്ചത്. ഷൊർണൂരിൽ ചെന്നൈ മംഗലാപുരം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് പാളം തെറ്റി. ഒഴിവായത് വൻ ദുരന്തം. ട്രെയിൻ ഗതാഗതം താളം തെറ്റിയത് യാത്രക്കാരെ ദുരിതത്തിലാക്കി. ഒളകരയിലെ ആദിവാസികൾക്ക് വനാവകാശ നിയമപ്രകാരം ഭൂമി ലഭ്യമാക്കുന്ന നടപടികൾ ഊർജിതമാക്കാൻ തീരുമാനം. ആദിവാസികളും വനപാലകരുമായുള്ള പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം. പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ 2ാം ഘട്ട നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. 2020 ഒക്ടോബറിൽ പദ്ധതി പൂർത്തിയാക്കും. ആശങ്കകൾക്കൊടുവിൽ ലാലൂരിൽ IM വിജയൻ സ്പോർട്സ് കോംപ്ലക്സിന് തറക്കല്ലിട്ടു. 10 ദിവസം നീണ്ടുനിന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് കൊടിയിറങ്ങി. ജനലക്ഷങ്ങളുടെ മനസ്സിൽ ആവേശവർഷമായി ഉത്രാളിക്കാവ് പൂരം. TNT കുരുത്തട്ടിപ്പ് കേസിൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. സ്ഥാപന ഉടമകളുടെ 4 വാഹനങ്ങൾ ചേർപ്പ് പോലീസ് പിടിച്ചെടുത്തു. ചാലക്കുടി പുഴയുടെ കാടുകുറ്റി കോട്ടപ്പടി കടവിൽ കുളിക്കാനിറങ്ങിയ 2 വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. കാടുകുറ്റി ചിറമേൽ ഷൈമോന്റെ മകൻ 14 വയസ്സുള്ള മിനോഷ്, അന്നനാട് പാനിക്കുളം ആന്റുവിന്റെ മകൻ 14 വയസ്സുള്ള ആഗ്നൽ എന്നിവരാണ് മരിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു സംഭവം. മിനോഷും ആഗ്നലും പുഴയുടെ പാറയിടുക്കിലെ കുഴിയിലാണ് കുളിക്കാനിറങ്ങിയത്. ഇവിടുത്തെ ആഴമുള്ള ഭാഗത്തേക്ക് ഇരുവരും വഴുതി വീഴുകയായിരുന്നു. ഇവരോടൊപ്പമുണ്ടായിരുന്ന മെൽവിൻ എന്ന കൂട്ടുകാരനാണ് സംഭവത്തിന്റെ ദൃക്സാക്ഷി. ഇരുവരും അപകടത്തിൽപ്പെടുന്നത് കണ്ട് മെൽവിൻ നിലവിളിച്ചുകൊണ്ട് റോഡിലേക്ക് ഓടിപ്പോയി പരിസരത്തുള്ളവരെ വിവരമറിയിക്കുകയായിരുന്നു. ഉടനെ മുതിർന്നവരെത്തി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. അധികം വൈകാതെ ഇരുവരെയും മുങ്ങിയെടുത്ത് ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. മിനോഷിന്റെ വീടിനടുത്തുള്ള ഇറിഗേഷൻ കനാലിലാണ് ഇരുവരും കുളിച്ചുകൊണ്ടിരുന്നത്. ഈ സമയത്ത് കരണ്ട് പോയതിനാൽ പുഴയിൽ നിന്നുള്ള പമ്പിംഗ് നിലയ്ക്കുകയും കനാലിലെ വെള്ളം നിൽക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ഇവർ തൊട്ടടുത്തുള്ള പുഴയിലേക്ക് പോയത്. വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയ സഹപാഠി മെൽവിനെയും കുട്ടിയാണ് പിന്നീട് കുളിക്കാനെത്തിയത്. എന്നാൽ മെൽവിൻ വെള്ളത്തിൽ ഇറങ്ങുന്നതിന് മുൻപേ മിനോഷും ആഗ്നലും അപകടത്തിൽപ്പെട്ടിരുന്നു. അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഇരുവരും. പരീക്ഷാ പഠനത്തിനായി ഇവർക്ക് ചൊവ്വാഴ്ച അവധിയായിരുന്നു. അന്നനാട്ടുകാരനായിരുന്ന ആന്റുവും കുടുംബവും ഈയിടെയാണ് കാടുകുറ്റിയിലെ വാടക വീട്ടിലെത്തിയത്. മൃതദേഹങ്ങൾ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സെന്റ് ജെയിംസ് ആശുപത്രിയിലേക്ക് മാറ്റി. TCB ചാലക്കുടി. ഷൊർണൂരിൽ ചെന്നൈ മംഗലാപുരം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് പാളം തെറ്റി. ഒഴിവായത് വൻ ദുരന്തം. പുലർച്ചെ 5:30-നാണ് ചെന്നൈ മംഗലാപുരം സൂപ്പർഫാസ്റ്റ് പാളം തെറ്റിയത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടുമുൻപ് മേൽപ്പാലത്തിന് സമീപത്താണ് അപകടമുണ്ടായത്. പിന്നിലെ 2 ബോഗികളാണ് പാളത്തിൽ നിന്ന് തെന്നിമാറിയത്. പാളത്തോട് ചേർന്നുള്ള ഇലക്ട്രിക് പോസ്റ്റുകളും ഇടിച്ചു തകർത്തിട്ടുണ്ട്. ബോഗികൾ മറയാതിരുന്നതിനാൽ വൻ അപകടമൊഴിവായി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. അപകടത്തെ തുടർന്ന് തിരുവനന്തപുരം പാലക്കാട് പാതയിലെ ട്രെയിൻ ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. പലയിടങ്ങളിലും ട്രെയിനുകൾ പിടിച്ചിട്ടതിനാൽ യാത്രക്കാർ ദുരിതത്തിലായി. മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് സിഗ്നൽ, വൈദ്യുതി സംവിധാനങ്ങളുടെ തകരാറുകൾ പരിഹരിച്ചത്. ട്രെയിൻ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചതോടെയാണ് യാത്രക്കാരുടെ ദുരിതത്തിന് അല്പം ശമനമായത്. ഒളകരയിലെ ആദിവാസികൾക്ക് വനാവകാശ നിയമപ്രകാരം ഭൂമി ലഭ്യമാക്കുന്ന നടപടികൾ ഊർജിതമാക്കാൻ കളക്ടറുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ ധാരണയായി. ഒളകരയിലെ ആദിവാസികളും വനപാലകരുമായി ഉണ്ടായ തർക്കം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി കളക്ടറുടെയും കെ രാജൻ MLAയുടെയും സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം. ഒളകരയിൽ പട്ടികവർഗ വകുപ്പിന്റെ പദ്ധതിയനുസരിച്ച് ആദിവാസികൾ നിർമ്മിച്ച ആട്ടിൻകൂട് വനപാലകർ ഏകപക്ഷീയമായി നശിപ്പിച്ചതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. വനപാലകരും ആദിവാസികളുമടക്കം 13 പേർക്ക് സംഘർഷത്തിൽ പരിക്കേറ്റിരുന്നു. പ്രശ്നപരിഹാരത്തിന്റെ ഭാഗമായി കളക്ടറുമായി നടത്തിയ ചർച്ചയിൽ ആദിവാസികളും വനപാലകരുമായി ഉണ്ടായ തർക്കം താൽക്കാലികമായി പരിഹരിക്കാൻ ധാരണയായി. വനഭൂമി കയ്യേറി ആട്ടിൻകൂട് നിർമ്മിച്ചെന്ന പരാതിയിൽ നിലവിലെ സ്ഥിതി തുടരാനാണ് യോഗത്തിലെ തീരുമാനം. അതേസമയം ഒളകരയിലെ 41 ആദിവാസി കുടുംബങ്ങൾക്ക് ഭൂമിയില്ലാത്തതാണ് അടിസ്ഥാന പ്രശ്നമെന്നും ഭൂമി ലഭ്യമാക്കാൻ വനാവകാശ നിയമപ്രകാരം നടപടികൾ ഊർജിതമാക്കുമെന്നും കെ രാജൻ MLA വ്യക്തമാക്കി. ഒരു തരത്തിലുള്ള ആക്രമണവും പരസ്പരം ഉണ്ടാകരുത് എന്നാലോചിച്ചു. അവിടെ നിലനിൽക്കുന്ന സ്റ്റാറ്റസ് കോ, ഫോറസ്റ്റിൻ്റെ സ്ഥലം അതുപോലെ തുടരാൻ വേണ്ടി ആലോചിച്ചു. ആ തടസ്സങ്ങൾ നീക്കി അടിയന്തരമായി ആദിവാസികൾക്ക് ഭൂമി കൊടുക്കാൻ, എത്ര ചെറുതാണെങ്കിലും അവർക്ക് ലഭ്യമായ അളവിൽ ഭൂമി കൊടുക്കാനുള്ള നടപടിക്രമങ്ങൾക്ക്
ഔപചാരികമായി തുടക്കം കുറിക്കാനാണ് ഇപ്പോൾ ആലോചിച്ചത്. മറ്റന്നാൾ മുതൽ തന്നെ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഇടപെടലുകൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ആലോചനയാണ് ഇപ്പോൾ നടത്തിയത്. വളരെ രമ്യമായിട്ടാണ് പരിഹരിക്കപ്പെട്ടത്. താമരവെള്ളച്ചാൽ അടക്കമുള്ള മറ്റ് ആദിവാസി കോളനികളിൽ വനാവകാശ നിയമപ്രകാരം 5 ഏക്കർ വരെ വനഭൂമി ആദിവാസികൾക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഒളകരയിൽ ഭൂമി നൽകാമെന്ന വാഗ്ദാനം നടപ്പാക്കാത്തതിൽ ആദിവാസികൾ നിരാശരാണ്. ഇതുമൂലം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ യാതൊരു ആനുകൂല്യവും ഒളകരയിലെ ആദിവാസികൾക്ക് ലഭിക്കുന്നില്ല. എന്തായാലും ആദിവാസികളും വനപാലകരുമായി നിലനിൽക്കുന്ന തർക്കത്തിന് ശാശ്വത പരിഹാരം കാണണമെങ്കിൽ ആദിവാസികൾക്ക് അർഹമായ വനഭൂമി ലഭ്യമാക്കേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ ജില്ലാ ഭരണകൂടം ക്രിയാത്മകമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ആദിവാസികളുടെ പ്രതീക്ഷ. TCV ന്യൂസ്, തൃശൂർ. പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ 2ാം ഘട്ട പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം മാർച്ച് 2-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. 360 കോടി രൂപ ചെലവഴിച്ച് അന്താരാഷ്ട്ര നിലവാരമുള്ള സുവോളജിക്കൽ പാർക്കിനായുള്ള നിർമ്മാണ പ്രവൃത്തികൾ പുത്തൂരിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2020 ഒക്ടോബറിൽ ആദ്യഘട്ടങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ധാരണ. വന്യജീവികൾക്കുള്ള ആവാസയിടങ്ങൾ, സന്ദർശകർക്കുള്ള നടപ്പാത, സർവീസ് റോഡ്, ട്രാം റോഡ്, പാർക്കിംഗ് സൗകര്യം, ഓഫീസ് സംവിധാനം, സൂ, ഹോസ്പിറ്റൽ, മാലിന്യ സംസ്കരണ സംവിധാനം എന്നീ പ്രവൃത്തികളാണ് വിവിധ ഘട്ടങ്ങളിലായി നടപ്പിലാക്കുക. പദ്ധതി വിഹിതവും കിഫ്ബി ഫണ്ടും ഉപയോഗിച്ച് 2-3 ഘട്ടങ്ങളിലായി നിർമ്മാണം പൂർത്തിയാക്കാനാണ് ധാരണ. 1ാം ഘട്ടമായി 30 കോടി രൂപ ചെലവിൽ 4 ആവാസയിടങ്ങൾ, സന്ദർശക പാതകൾ, അനുബന്ധ റോഡുകൾ എന്നിവയുടെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2ാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി നിർവഹിക്കുക. വനംവകുപ്പ് മന്ത്രി കെ രാജു അധ്യക്ഷനായിരിക്കും. 112 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് 2ാം ഘട്ടമായി നടപ്പിലാക്കുക. വാർത്താസമ്മേളനത്തിൽ കെ രാജൻ MLA, രാജേഷ് രവീന്ദ്രൻ, KS ദീപ, വിജു വർഗീസ്, KJ ആൻഡ്രൂസ് തുടങ്ങിയവർ പങ്കെടുത്തു. ആശങ്കകൾക്കൊടുവിൽ ലാലൂരിൽ IM വിജയൻ സ്പോർട്സ് കോംപ്ലക്സിന് തറക്കല്ലിട്ടു. ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ ലാലൂരിൽ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് കായിക വകുപ്പ് മന്ത്രി EP ജയരാജൻ. തറക്കല്ലിടൽ ചടങ്ങിൽ നിന്ന് പ്രതിപക്ഷം വിട്ടുനിന്നു. കിഫ്ബിയിൽ നിന്ന് 50.19 കോടി രൂപയാണ് ലാലൂരിൽ സ്റ്റേഡിയവും സ്പോർട്സ് കോംപ്ലക്സും നിർമ്മിക്കുന്നതിന് അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ ലാലൂരിൽ മാലിന്യം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വൈദ്യുതി പ്ലാന്റ് സ്ഥാപിക്കാനാണ് സർക്കാർ തലത്തിൽ നീക്കം നടന്നത്. പദ്ധതിക്കെതിരെ കോർപ്പറേഷൻ ശക്തമായ നിലപാട് സ്വീകരിച്ചതോടെയാണ് ലാലൂരിൽ സിന്തറ്റിക് ട്രാക്ക് ഉൾപ്പെടെയുള്ള സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. 14.07 ഏക്കറിലാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. ലാലൂരിൽ യാതൊരു തരത്തിലുള്ള ആശങ്കകളും വേണ്ടെന്ന് കായിക വകുപ്പ് മന്ത്രി EP ജയരാജൻ പറഞ്ഞു. സർക്കാർ ലാലൂരിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് മന്ത്രി മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കി. സ്പോർട്സ് കോംപ്ലക്സ് ഇവിടെ വരാൻ വേണ്ടിയാണ് തറക്കല്ലിട്ടത്. അതിനുള്ള നടപടി ആരംഭിച്ചു കഴിഞ്ഞു. ലാലൂർ വിഷയത്തിൽ കോർപ്പറേഷന് ഒറ്റവാക്കിയുള്ളൂ. ലാലൂരിൽ നിർമ്മിക്കുന്നത് സ്റ്റേഡിയം തന്നെയായിരിക്കുമെന്നും അത് വസ്തുതയാണെന്നും മേയർ അജിത വിജയനും വ്യക്തമാക്കി. അതേസമയം IM വിജയന്റെ പേരിൽ നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങിൽ നിന്ന് കോൺഗ്രസ് BJP കൗൺസിലർമാർ വിട്ടുനിന്നു. ആധുനിക മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് ലാലൂരിലെ 15 ഏക്കർ ഏറ്റെടുത്തിട്ടുള്ള ഉത്തരവ് പിൻവലിക്കണമെന്നും ഇക്കാര്യത്തിൽ ലാലൂർ നിവാസികളുടെ ആശങ്ക പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടാണ് കോൺഗ്രസ് കൗൺസിലർമാർ ചടങ്ങ് ബഹിഷ്കരിച്ചത്. മന്ത്രിമാരായ VS സുനിൽകുമാർ, പ്രൊഫസർ C രവീന്ദ്രനാഥ്, CN ജയദേവൻ MP തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സ്റ്റേഡിയം നിർമ്മാണത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ലാലൂരിൽ സമരസമിതി പ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. ഇടവേള. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു കോട്ടൺ ഉത്സവ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോട്ടൺ മേള. എൻചാന്റിംഗ് ഈസ്റ്റ്, വണ്ടർഫുൾ വെസ്റ്റ്, സിൻഡിലേറ്റിംഗ് സൗത്ത്, ന്യൂജൻ നോർത്ത് എന്നീ വിഭാഗങ്ങളിലായി ലക്ഷക്കണക്കിന് ശ്രേണികൾ. 1000-ലേറെ ഗ്രാമങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത സാരികൾ, റെഡിമെയ്ഡ് ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. വില 250 രൂപ മുതൽ. കല്യാൺ സിൽക്സ് കോട്ടൺ ഉത്സവ്. പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരത്തിന് 10,000-ങ്ങളെത്തി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വൻ ജനസാഗരത്തെ സാക്ഷി നിർത്തി ഉത്രാളിക്കാവിലെ രുദ്രഭൂമിയിൽ നടന്ന ദേവസംഗമം അക്ഷരാർത്ഥത്തിൽ വർണ്ണക്കാഴ്ചയായി മാറി. കനത്ത വേനൽ ചൂടിലും ആയിരക്കണക്കിന് പൂരപ്രേമികളാണ് ഉത്രാളിക്കാവിലെ രുദ്രഭൂമിയിലേക്ക് ഒഴുകിയെത്തിയത്. ഉച്ചയ്ക്ക് 11:30 പൂരത്തിന്റെ ആതിഥേയരായ ഏങ്കക്കാട് ദേശത്തിന്റെ പഞ്ചവാദ്യത്തിന്റെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെയുള്ള എഴുന്നള്ളിപ്പിന് ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ തുടക്കമായതോടെ ഉത്രാളിക്കാവ് പൂരത്തിന് തുടക്കമായി. തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റി. കുനിശ്ശേരി അനിയന്മാരാരുടെ പ്രമാണത്തിൽ നടന്ന പഞ്ചവാദ്യം നാദവിസ്മയമായി. 12 മണിയോടെ വടക്കാഞ്ചേരി വിഭാഗത്തിന്റെ ചരിത്രപ്രസിദ്ധമായ നടപ്പുര പഞ്ചവാദ്യത്തോടെയുള്ള എഴുന്നള്ളിപ്പ് കരുമരക്കാട് ശിവക്ഷേത്രത്തിൽ തുടക്കമായി. വൈക്കം ചന്ദ്രന്മാരാരുടെ പ്രമാണത്തിൽ നടന്ന നടപ്പുര പഞ്ചവാദ്യം ആസ്വദിക്കുന്നതിന് ആയിരക്കണക്കിന് പൂരപ്രേമികളാണ് മണിക്കൂറുകൾക്ക് മുൻപേ തന്നെ വടക്കാഞ്ചേരി ശിവക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരുന്നത്.
പാമ്പാടി രാജനാണ് വടക്കാഞ്ചേരി ദേശത്തിനു വേണ്ടി തിടമ്പേറ്റിയത്. 1:30 വടക്കാഞ്ചേരി വിഭാഗത്തിന്റെ രാജകീയ പ്രൗഢിയോടെയുള്ള എഴുന്നള്ളിപ്പ് തൃശൂർ ഷൊർണൂർ റോഡിലേക്ക് കയറി ഊത്രാളിക്കാവ് ക്ഷേത്രത്തിലെ ദേവസംഗമത്തിനായുള്ള പ്രയാണം ആരംഭിച്ചു. ഏങ്കക്കാട് ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് ഊത്രാളിക്കാവ് ക്ഷേത്രത്തിൽ നിന്നും പുറത്തു കടന്നതോടെ കുമരനെല്ലൂർ ദേശത്തിന്റെ പഞ്ചവാദ്യത്തോടെയുള്ള എഴുന്നള്ളിപ്പ് ഊത്രാളിക്കാവ് ക്ഷേത്രത്തിൽ ആരംഭിച്ചു. പുതുപ്പള്ളി കേശവനാണ് കുമരനെല്ലൂർ ദേശത്തിനു വേണ്ടി തിടമ്പേറ്റിയത്. ചോറ്റാനിക്കര വിജയന്റെ പ്രമാണത്തിൽ നടന്ന ഗംഭീര പഞ്ചവാദ്യത്തിന് ശേഷം ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ നിന്നും കുമരനെല്ലൂർ ദേശം പുറത്തു കടന്നതോടെ ദേശങ്ങൾ തിരിഞ്ഞുള്ള എഴുന്നള്ളിപ്പിന് തുടക്കമായി. എഴുന്നള്ളിപ്പിന് ശേഷം പൂതൻ, തിറ, ഹരിജൻ വേല, കാളകളി എന്നീ ചെറുപൂരങ്ങൾ ഊത്രാളിക്കാവ് ക്ഷേത്രസന്നിധിയിൽ നിറഞ്ഞാടി. തുടർന്ന് 3 ദേശങ്ങളും ചേർന്നുള്ള മനോഹരമായ കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. പകൽപൂരത്തിന് സമാപ്തിയായി നടന്ന വർണ്ണഗംഭീരമായ വെടിക്കെട്ട് ഉത്രാളിക്കാവിലെ ആകാശത്തിൽ വർണ്ണപ്പൂക്കൾ വിരിയിച്ചു. TCV വടക്കാഞ്ചേരി. 10 ദിവസം നീണ്ടുനിന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ആറാട്ടോടെ കൊടിയിറങ്ങി. വൈകിട്ട് നട തുറന്ന് മൂലവിഗ്രഹത്തിലുള്ള ചൈതന്യം മുഴുവൻ ആവാഹിച്ചെടുത്ത ശേഷം പഞ്ചലോക വിഗ്രഹം പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ചു വെച്ചു. ആറാട്ട് ദിവസം മാത്രമാണ് പഞ്ചലോക വിഗ്രഹം പുറത്തേക്ക് എഴുന്നള്ളിക്കുക. കൊടിമരത്തറയ്ക്കൽ എഴുന്നള്ളിച്ചു വെച്ച ശേഷം അവിടെ തന്നെയായിരുന്നു ദീപാരാധനയും. പിന്നീട് ആറാട്ടിനും ഗ്രാമപ്രദക്ഷിണത്തിനുമായി ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിച്ചു. പ്രദക്ഷിണം പൂർത്തിയാക്കി ഭഗവതി ക്ഷേത്രത്തിലൂടെ എഴുന്നള്ളിപ്പ് ആറാട്ടുകടവിലെത്തി. തന്ത്രി, മേൽശാന്തി, ഓദിക്കന്മാർ എന്നിവരുമൊന്നിച്ച് ഭഗവാനോടൊപ്പം രുദ്രതീർത്ഥത്തിൽ ഇറങ്ങി സ്നാനം ചെയ്തു. ഇതോടെ ഭക്തരും രുദ്രതീർത്ഥത്തിൽ ഇറങ്ങി ആറാട്ട് നടത്തി. അതിനുശേഷം ഭഗവാന്റെ തിടമ്പ് ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് 11 ഓട്ടപ്രദക്ഷിണം നടത്തി. ആറാട്ട് കഴിഞ്ഞ് ആനപ്പുറത്ത് ക്ഷേത്രത്തിലെത്തിയ ഗുരുവായൂരപ്പനെ ക്ഷേത്രം ഊരാളൻ നിറവറ വെച്ച് എതിരേറ്റു. പിന്നീട് ക്ഷേത്രം തന്ത്രി സ്വർണ്ണധ്വജത്തിലെ സപ്തവർണ്ണ കൊടി ഇറക്കിയതോടെ 10 ദിവസം നീണ്ടുനിന്ന ഉത്സവാഘോഷങ്ങൾക്ക് പരിസമാപ്തിയായി. 10 ദിവസം നീണ്ടുനിന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിൽ പതിനായിരങ്ങൾക്ക് പരാതിയും പരിഭവങ്ങളുമില്ലാതെയാണ് ഉത്സവ പകർച്ച ഒരുക്കിയത്. പ്രശസ്ത പാചക വിദഗ്ധൻ പഴയിടം മോഹനൻ നമ്പൂതിരി ആദ്യമായി നേതൃത്വം നൽകിയ ഉത്സവ പകർച്ചയുടെ വിതരണം നടത്തുന്നതിന് ദേവസ്വം ഫിനാൻസ് മാനേജർ P. മനോജ് കുമാറിനായിരുന്നു ചുമതല. ഭംഗിയായി പ്രസാദവൂട്ട് അവസാനിച്ചതിന്റെ നന്ദി സൂചകമായി പ്രസാദ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂരപ്പന് വിളക്ക് സമർപ്പിച്ചു. പ്രസാദവൂട്ടിനും പകർച്ചയ്ക്കും നേതൃത്വം നൽകിയവരെ ദേവസ്വം അനുമോദിച്ചു. കുറൂരമ്മ ഹാളിൽ നടന്ന അനുമോദന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് KV മോഹൻദാസ്, അഡ്മിനിസ്ട്രേറ്റർ SV ശിശിർ എന്നിവർ സംസാരിച്ചു. TNT കുരുത്തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാപന ഉടമകളുടെ 4 വാഹനങ്ങൾ ചേർപ്പ് പോലീസ് പിടിച്ചെടുത്തു. ചേർപ്പ് SI SR സനീഷിന്റെ നേതൃത്വത്തിൽ ആലുവയിൽ നിന്നാണ് വാഹനങ്ങൾ പിടികൂടിയത്. സ്ഥാപന ഉടമകളുടെ പാസ്പോർട്ട് അടക്കമുള്ള രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ചേർപ്പ് സ്റ്റേഷനിൽ ലഭിച്ച 1050 പരാതികളിൽ 8 കോടി രൂപയോളം നഷ്ടപ്പെട്ടതായാണ് പ്രാഥമിക കണക്കുകൾ. കരുവന്നൂർ തേലപ്പള്ളി കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന കമ്പനിയുടെ വിവിധ ബ്രാഞ്ചുകളിൽ നിന്നായി 10,000-ഓളം പേരിൽ നിന്ന് 55 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. സ്ഥാപന ഉടമകളായ പറവൂർ കുറുപ്പശ്ശേരി വീട്ടിൽ ടെൽസൺ തോമസിന്റെയും സഹോദരൻ നെൽസൺ തോമസിന്റെയും അടക്കം 7 പേരുടെ ലുക്കൌട്ട് നോട്ടീസ് പോലീസ് പുറത്തിറക്കിയിരുന്നു. പെരിയ ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട് നടന്ന സർവകക്ഷി യോഗത്തിൽ നിന്ന് കോൺഗ്രസ് പ്രവർത്തകർ ഇറങ്ങിപ്പോയതിനെ വിമർശിച്ച് മന്ത്രി EP ജയരാജൻ. കാര്യങ്ങൾ കേൾക്കാനുള്ള സഹനശക്തി കോൺഗ്രസിനില്ലെന്ന് മന്ത്രി EP ജയരാജൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കോൺഗ്രസ് പ്രദേശത്ത് അക്രമം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് EP ജയരാജൻ പറഞ്ഞു. കാര്യങ്ങൾ കേൾക്കാനുള്ള സഹനശക്തിയില്ല. അവരവിടെ ഒരുപാട് അക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് കാണിച്ചിട്ടുള്ള അക്രമങ്ങൾ ആരെയും ഞെട്ടിപ്പിക്കുന്നു. പെരിയ ഇരട്ടക്കൊലപാതകത്തെ CPM തള്ളിപ്പറഞ്ഞതാണ്. പാർട്ടി ചെയ്യേണ്ട എല്ലാ ദൗത്യങ്ങളും നിർവഹിച്ചിട്ടുണ്ട്. K. സുധാകരനും കൂട്ടരും മാലാഖ ചമയെ നോക്കേണ്ടതെന്നും ചീമേനി സംഭവം KPCC നേതാക്കളുടെ അനുമതിയോടെയാണ് നടന്നതെന്നും EP ജയരാജൻ പറഞ്ഞു. സഹകരണ വകുപ്പിന്റെ കെയർ ഹോം ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നിർമ്മാണം പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽദാനം നടന്നു. ജില്ലാതല ഉദ്ഘാടനം തൃശൂർ കോലോത്തുംപാടം ജില്ലാ സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ കൃഷിമന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ നിർവഹിച്ചു. പ്രളയത്തിൽ നാശനഷ്ടം സംഭവിച്ച കർഷകർക്കുള്ള ധനസഹായം മാർച്ച് 31-ന് മുൻപ് വിതരണം പൂർത്തിയാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. CN ജയദേവൻ MP അധ്യക്ഷനായിരുന്നു. സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ TK സതീഷ് കുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, ജില്ലാ കളക്ടർ TV അനുപമ, ജില്ലാ സഹകരണ ബാങ്ക് ജനറൽ മാനേജർ M രാമനുണ്ണി, K മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തുടനീളം 2000 വീടുകളാണ് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചു നൽകുന്നത്. ആദ്യഘട്ടത്തിൽ ജില്ലയിൽ 460 വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത്. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. കേരള ഹൈക്കോടതി കഴിഞ്ഞാൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ കോടതി സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഇരിങ്ങാലക്കുടയിൽ നടന്നു. 1,68,000 ചതുരശ്ര അടിയിൽ 7 നിലകളിലായി 10 കോടതികളും അനുബന്ധ സൗകര്യങ്ങളും അടക്കം സംസ്ഥാനത്തെ 2ാമത്തെ വലിയ കോടതി സമുച്ചയമാണ് ഇരിങ്ങാലക്കുടയിൽ ഒരുങ്ങുന്നത്. സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനം പ്രൊഫസർ KU അരുണൻ MLA നിർവഹിച്ചു.
തൃശൂർ ജില്ലാ ജഡ്ജി സോഫി തോമസ് അധ്യക്ഷത വഹിച്ചു. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി, അഡീഷണൽ സബ് കോടതി, പ്രിൻസിപ്പൽ സബ് കോടതി, ഫാമിലി കോടതി, അഡീഷണൽ മുൻസിഫ് കോടതി, പ്രിൻസിപ്പൽ മുൻസിഫ് കോടതി ഉൾപ്പെടെ അത്യാധുനിക സൗകര്യങ്ങളുമായാണ് കോടതി സമുച്ചയം ഒരുങ്ങുന്നത്. തൃശൂർ PWD ബിൽഡിംഗ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ VK ശ്രീമാല, അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് G. ഗോപകുമാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺ നിമ്യ ഷിജു, വാർഡ് കൗൺസിലർ MR ഷാജു, അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് PJ ജോബി എന്നിവർ സംസാരിച്ചു. മറ്റൊരു ഇടവേള. നിങ്ങളിലെ രാജകുമാരിക്ക് ദ രാജമുഖി കളക്ഷൻ ബൈ ജോസ് ആലുക്കാസ്. വാർത്തകളിലേക്ക്. ജില്ലാ ജനറൽ ആശുപത്രിയിൽ നവീകരിച്ച അമ്മമാരുടെയും നവജാത ശിശുക്കളുടെയും വാർഡിന്റെ ഉദ്ഘാടനം മന്ത്രി VS സുനിൽകുമാർ നിർവഹിച്ചു. മേയർ അജിത വിജയൻ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ML റോസി, കൌൺസിലർ K. മഹേഷ്, ആശുപത്രി സൂപ്രണ്ട് TP ശ്രീദേവി തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന വെയർഹൌസ് കോർപ്പറേഷനാണ് നവീകരണ പ്രവൃത്തികൾ നടത്തിയത്. തൃശൂർ MO റോഡിലെ സബ്വേ നിർമ്മാണ പുരോഗതി മന്ത്രി VS സുനിൽകുമാർ വിലയിരുത്തി. സബ്വേയുടെ 1ാം ഘട്ട കോൺക്രീറ്റ് പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത്. അടിപ്പാത കോൺക്രീറ്റിംഗ്, കോൺക്രീറ്റ് വാൾ, ചവിട്ടുപടി എന്നിവയുടെ നിർമ്മാണ പ്രവൃത്തികളാണ് നിലവിൽ നടക്കുന്നത്. ഏപ്രിൽ 30-നകം നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കി പൂരത്തിന് മുന്നോടിയായി സബ്വേ തുറന്നുകൊടുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഏപ്രിൽ മാസം 30-ാം തീയതിക്ക് മുമ്പായിട്ട് നമ്മുടെ നിർമ്മാണം പൂർത്തീകരിക്കാവുന്ന രീതിയിൽ കാര്യങ്ങളെല്ലാം വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട്. ഒരു തടസ്സങ്ങളുമില്ല. എല്ലാവരും സഹകരണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സബ്വേ നിർമ്മാണ പുരോഗതി മേയറുടെ നേതൃത്വത്തിലുള്ള സംഘം ഓരോ ആഴ്ചയും വിലയിരുത്തുന്നുണ്ട്. 1,53,00,000 രൂപയാണ് സബ്വേ നിർമ്മാണത്തിനായി വിനിയോഗിക്കപ്പെടുന്നത്. കോർപ്പറേഷൻ മേയർ അജിത വിജയൻ, ജില്ലാ DPC അംഗം വർഗീസ് കണ്ടംകുളത്തെ, കൌൺസിലർമാരായ അനൂപ് ഡേവിസ് കാട, അനൂപ് കരിപ്പാൽ എന്നിവർ മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. വടകര കാവിൽ മാഞ്ചേരി ചോലക്കുട്ടി മകൻ 31 വയസ്സുള്ള ഗിരീഷാണ് മരിച്ചത്. ഈ മാസം 22-ന് തൃശൂർ തിരൂരിൽ വെച്ചായിരുന്നു അപകടം. ഗിരീഷ് സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ എതിരെ വന്ന ബുള്ളറ്റ് ഇടിച്ചായിരുന്നു അപകടം. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലും പിന്നീട് ആസ്റ്റർ മെഡിസിറ്റിയിലും ചികിത്സയിലായിരുന്നു. പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിലെ കരാർ ജീവനക്കാരനാണ്. സദസ്സിലും വേദിയിലും താളമേള വിസ്മയം തീർത്ത് കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാല ഇന്റർസോൺ കലോത്സവത്തിന്റെ 2ാം ദിനം ശ്രദ്ധേയമായി. സ്റ്റേജ് മത്സരങ്ങളിലെ 2ാം ദിനത്തിൽ വേദി 1 റീജിയണൽ തിയേറ്ററിൽ അരങ്ങേറിയ ഒപ്പനയും കോൽക്കളിയും വട്ടപ്പാട്ടുമെല്ലാം സ്റ്റേജിനോടൊപ്പം സദസ്സിനെയും ഇളക്കിമറിച്ചു. താളം പിടിച്ചും കൈയടിച്ചും പ്രോത്സാഹിപ്പിച്ച് മത്സരാർത്ഥികൾക്ക് ഏറെ ആവേശം പകർന്ന് കാണികളും ആവേശത്തിലായി. ഗ്രാമീണ തനിമയും പരമ്പരാഗത ആചാരങ്ങളുമെല്ലാം ഇഴകിച്ചേർന്ന നാടൻപാട്ടിൻ്റെ താളവും ഈരടികളും കാണികളും ഏറ്റുപാടി. നാടൻപാട്ടിന് ശേഷം നാടകവും അരങ്ങേറി. പുൽവാമയിൽ വീരമൃത്യു വരിച്ച ജവാന്മാർക്ക് ആദരവ് പ്രകടിപ്പിച്ച് റീജിയണൽ തിയേറ്ററിലെ വേദി 1-ന് പുൽവാമ നഗർ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ടൗൺ ഹാളിലെ സ്റ്റേജ് 2-ൽ അരങ്ങേറിയ പെൺകുട്ടികളുടെ ഗ്രൂപ്പ് ഫോക്ക് ഡാൻസ് മത്സരം വർണ്ണാഭമായി. മാർഗംകളിയും പൂരംകളിയും മോഹിനിയാട്ടവും ഗ്രൂപ്പ് ഡാൻസും സ്റ്റേജ് 2-നെ ആവേശത്തിലാക്കി. വേദി 3 മുണ്ടശ്ശേരി ഹാളിൽ ശാസ്ത്രീയ സംഗീത മത്സരവും ഗസലും സംഗീതപ്രേമികളെ ഏറെ ആനന്ദിപ്പിക്കുന്നതായി. കൂടാതെ ജാസ്, ട്രിപ്പിൾ ഡ്രംസ്, പുല്ലാങ്കുഴൽ, ഹാർമോണിയം, ഗിറ്റാർ എന്നിവയിലും മത്സരങ്ങൾ അരങ്ങേറി. കലോത്സവത്തിന് ബുധനാഴ്ച തിരശ്ശീല വീഴും. 106 പോയിന്റ് നേടി തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണ് കലോത്സവത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. 75 പോയിന്റ് നേടി ഷൊർണൂർ വിഷ്ണു ആയുർവേദ കോളേജ് 2ാം സ്ഥാനത്തും 43 പോയിന്റ് നേടി മഞ്ചേരി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് 3ാം സ്ഥാനത്തുമുണ്ട്. TCV ന്യൂസ്, തൃശൂർ. കലാഭവൻ മണിക്കുള്ള സ്നേഹോപഹാരമായി സഹോദരൻ RLV രാമകൃഷ്ണന് ഡോക്ടറേറ്റ്. മോഹിനിയാട്ടത്തിലെ ഗവേഷണത്തിനാണ് രാമകൃഷ്ണന് ഡോക്ടറേറ്റ് ലഭിച്ചത്. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിൽ നിന്നും ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചപ്പോൾ ചേനത്തുനാട്ടിലെ കലാഗൃഹത്തിലിരുന്ന് രാമകൃഷ്ണൻ വിങ്ങിപ്പൊട്ടുകയാണ്. ജ്യേഷ്ഠന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു തന്റെ ഈ നേട്ടമെന്ന് തൊണ്ടയിടറി രാമകൃഷ്ണൻ പറയുന്നു. കലാഭവൻ മണി എന്ന് പറയുന്ന വലിയ കലാകാരനാണ് നമുക്ക് എല്ലാ പ്രോത്സാഹനം തന്നിട്ടുള്ളത്.
അപ്പോൾ ഓരോ സർട്ടിഫിക്കറ്റും ചേട്ടന് മുമ്പിൽ ഞാൻ നടപടിയോടുകൂടിയാണ് ഞങ്ങൾ സമർപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ അദ്ദേഹം ഇല്ലാതെ ഒരു വിഷമം നന്നായി ഇപ്പോൾ അനുഭവിക്കുകയാണ്. കാരണം എന്നെ വളർത്തിക്കൊണ്ടുവന്ന അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഞാനൊരു ഗുരുവിൻ്റെ സ്ഥാനത്ത് നിന്ന് കാണുന്ന എൻ്റെ സഹോദരൻ ഞാനായത് അങ്ങേയറ്റം വിഷമമുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. പുരുഷന്മാർക്ക് കടന്നു ചെല്ലാൻ കഴിയാതിരുന്ന കലാരൂപമാണ് മോഹിനിയാട്ടം. ലാസ്യരൂപം മാത്രമേ ഇതിലുള്ളൂ എന്ന സങ്കല്പമാണ് ഇതിനാധാരം. എന്നാൽ താണ്ഡവ രൂപങ്ങൾക്ക് മോഹിനിയാട്ടത്തിൽ സ്ഥാനമുണ്ടെന്ന് തെളിയിക്കുന്നതായിരുന്നു രാമകൃഷ്ണന്റെ ഗവേഷണം. വേലൂർ പഞ്ചായത്തിലെ പഴവൂരിൽ പ്രവർത്തിക്കുന്ന 3 സ്റ്റാർ മെറ്റൽ ക്രഷറിൽ നിന്നും പാടശേഖരത്തിലേക്ക് ഒഴുകിയെത്തിയ കരിങ്കൽ പൊടിയും രാസവസ്തുക്കളും കലർന്ന സ്ലറി നീക്കം ചെയ്യൽ ആരംഭിച്ചു. പഞ്ചായത്ത് നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് ക്രഷർ അധികൃതർ സ്ലറി നീക്കം ചെയ്യുന്നത്. സിനിമാ നടൻ രാമുവിന്റെ ഉടമസ്ഥതയിലുള്ള മെറ്റൽ ക്രഷറിൽ നിന്നാണ് സ്ലറി വൻതോതിൽ ഒഴുകിയെത്തി പാടശേഖരത്തിലെ 5 ഏക്കർ വരുന്ന നെൽവയൽ കരിങ്കൽപ്പൊടി മൂടി ഉറച്ച് കൃഷി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായത്. 2 പൊതുകുളങ്ങളും സ്ലറി മൂടി ഉപയോഗശൂന്യമായി. കർഷകരുടെ പരാതിയെ തുടർന്ന് പാടശേഖരത്തിലേക്ക് സ്ലറി ഒഴുകിയെത്തുന്നത് തടയുവാനും നെൽവയലുകളിലും കുളങ്ങളിലും മൂടിക്കിടക്കുന്ന സ്ലറി നീക്കം ചെയ്യുവാനും ക്രഷർ അധികൃതർക്ക് വേലൂർ പഞ്ചായത്ത് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനു പുറമെ സ്ലറി ഒഴുകിയെത്തുന്നത് തടയാൻ മതിൽ കെട്ടാനും വലിയ കിടങ്ങുകൾ നിർമ്മിക്കുവാനും ക്രഷർ അധികൃതർക്ക് പഞ്ചായത്ത് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഷീദ്, വാർഡ് മെമ്പർ AS ചന്ദ്രൻ, സെക്രട്ടറി VG ശ്രീകല, കൃഷി ഓഫീസർ കൃഷ്ണദാസ്, പാടശേഖര സമിതി പ്രസിഡന്റ് AK ഗോപാലൻ, സെക്രട്ടറി KB സത്യൻ എന്നിവരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കർഷകരും സന്ദർശനം നടത്തി പ്രവർത്തികൾ വിലയിരുത്തി. ഇപ്പോൾ 50% പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത്. ബാക്കി മാർച്ച് 31 മുമ്പ് പൂർത്തിയാക്കാൻ ആവശ്യപ്പെട്ട് പഞ്ചായത്ത് ക്രഷർ ഉടമ രാമുവിന് നോട്ടീസ് നൽകി. കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരം ക്രഷർ കമ്പനി നഷ്ടപരിഹാരം നൽകിയിരുന്നു. കർഷകരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിക്കുന്നതെന്ന് വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഷീദ് അറിയിച്ചു. TCV ന്യൂസ്, എരുമപ്പെട്ടി. തൃശൂർ കോർപ്പറേഷൻ ലക്ഷം വീട് ഒറ്റവീടാക്കൽ പദ്ധതി കാച്ചേരി ഐശ്വര്യനഗറിൽ കൃഷിമന്ത്രി അഡ്വക്കേറ്റ് BS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. മേയർ അജിത വിജയൻ അധ്യക്ഷത വഹിച്ചു. DPC അംഗം വർഗീസ് കണ്ടംകുളത്തി, ഡോക്ടർ മാർ യോഹന്നാൻ യോസഫ് എപ്പിസ്കോപ്പ, ഡിവിഷൻ കൌൺസിലർ ഷീബ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. കോർപ്പറേഷനിലെ 100 ലക്ഷം വീടുകൾ ഒറ്റവീടുകളാക്കുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായുള്ള വീട് നിർമ്മാണമാണ് ആരംഭിച്ചത്. ദേശീയപാത നന്ദിക്കരയിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് മറിഞ്ഞ് 3 പേർക്ക് പരിക്കേറ്റു. പിക്കപ്പ് വാനിലുണ്ടായിരുന്ന സ്ത്രീ ഉൾപ്പെടെ 3 പേർക്കാണ് പരിക്കേറ്റത്. ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലക്കുടി ഭാഗത്തുനിന്ന് വന്നിരുന്ന വാനാണ് അപകടത്തിൽപ്പെട്ടത്. മനുഷ്യാവകാശ കമ്മീഷന്റെ വിധി നടപ്പിലാക്കുന്നില്ലെന്ന ആരോപണവുമായി ഉല്ലൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഒറ്റയാൾ സമരം. ഉല്ലൂർ കോനിക്കര റപ്പായിയാണ് ഉല്ലൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഉപവാസ സമരവുമായി രംഗത്തെത്തിയത്. 2016 തൃശൂർ കോർപ്പറേഷൻ മുൻ കൌൺസിലർ ജോൺ കാഞ്ഞിരത്തിങ്കലിനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന കേസിൽ റപ്പായിയെ അറസ്റ്റ് ചെയ്ത് 14 ദിവസം റിമാൻഡ് ചെയ്തിരുന്നു. എന്നാൽ ഈ കേസ് കെട്ടിച്ചമച്ചതാണെന്ന ആരോപണവുമായി റപ്പായി മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകി. ഇതിനെ തുടർന്ന് റപ്പായിക്ക് നഷ്ടപരിഹാരം നൽകാനും അന്നത്തെ സബ് ഇൻസ്പെക്ടർ പ്രശാന്ത് ക്ലിന്റനെതിരെ ASI TV ശിവദാസിനെതിരെയും വകുപ്പുതല അന്വേഷണം നടത്താനും മനുഷ്യാവകാശ കമ്മീഷൻ വിധിച്ചിരുന്നു. എന്നാൽ വിധിയിൽ മാസങ്ങളായിട്ടും യാതൊരു നടപടികളും സ്വീകരിക്കുന്നില്ലെന്ന് റപ്പായി ആരോപിച്ചു. സൈക്കിൾ പോലും ചവിട്ടാനറിയാത്ത എന്നെയാണ് ESI വധശ്രമത്തിന് കേസെടുത്ത് ജയിലിട്ടത്. ഈ കള്ളപ്പരാതി കൊടുത്തവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഉത്തരവ് വന്നത് ESI പ്രശാന്ത് ക്ലിനെതിരെയും ശിവദാസിനെതിരെയും നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ട് ഉത്തരവ് മെയ് മാസം 31 2018 വന്നിട്ടും ഇതുവരെ ഉത്തരവ് നടപ്പാക്കി. മുൻ കൌൺസിലറെ കാറിടിച്ച് വധിക്കാൻ ശ്രമിച്ചുവെന്ന കേസ് പോലീസ് കെട്ടിച്ചമച്ചതാണെന്നും തനിക്ക് കാറോടിക്കാൻ അറിയില്ലെന്നുമാണ് KD റപ്പായിയുടെ നിലപാട്. പട്ടിക്കാട് ടാക്സി സ്റ്റാൻഡിനരികെ മാലിന്യം കത്തിച്ച പോലീസ് നടപടിയെ ചോദ്യം ചെയ്ത ഡ്രൈവർ ജയൻ മേഖരയെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് സ്വതന്ത്ര ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ പട്ടിക്കാട് സെന്ററിൽ പ്രകടനം നടത്തി. യൂണിയൻ രക്ഷാധികാരി ബെന്നി കൊടിയാറ്റിൽ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ശശി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പൗലോസ് മറ്റത്തിൽ, സണ്ണി ആടുകാലിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ
അതിവിപുലമായ കളക്ഷൻ, മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. തൃശൂർ കണ്ണൻകുളങ്ങര റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ കൌൺസിലറുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. പൊട്ടിയ പൈപ്പ് ലൈൻ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പും ജലസേചന വകുപ്പും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് ടാറിംഗ് പ്രവൃത്തികൾ വൈകുന്നുവെന്നാരോപിച്ചാണ് ഡിവിഷൻ കൌൺസിലർ വിൻഷി അരുൺകുമാറിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചത്. സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വയോമധുരം പദ്ധതിയുടെ ഭാഗമായി വയോജനങ്ങൾക്ക് ഗ്ലൂക്കോമീറ്റർ വിതരണം ചെയ്തു. BPL വിഭാഗത്തിൽപ്പെട്ട 1000 മുതിർന്ന പൌരന്മാർക്കാണ് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ വിതരണം ചെയ്യുന്നത്. സർക്കാരിന്റെ 1000 ദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഗ്ലൂക്കോമീറ്റർ വിതരണം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് HK ഉദയപ്രകാശ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പത്മിനി, സാമൂഹിക നീതി ഓഫീസർ KK ചിത്രലേഖ, KR പ്രദീപൻ എന്നിവർ പങ്കെടുത്തു. സിറ്റി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ സ്ത്രീ സുരക്ഷാ ബോധവൽക്കരണ ക്ലാസും നടത്തി. എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ മികച്ച ഹയർ സെക്കൻഡറി അധ്യാപകനുള്ള ഡോക്ടർ KV കുഞ്ഞികൃഷ്ണൻ സ്മാരക അവാർഡിന് തൃശൂർ CMS ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ KV ജയരാജ് അർഹനായി. സുവർണമുദ്രയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് മാർച്ച് 2-ന് തിരുവനന്തപുരത്ത് വെച്ച് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ സമ്മാനിക്കും. വീണ്ടും പ്രധാന വാർത്തകൾ. ചാലക്കുടി പുഴയിലെ കാടുകുറ്റിക്കടവിൽ കുളിക്കാനിറങ്ങിയ 2 വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. കാടുകുറ്റി സ്വദേശികളായ മിനോഷ്, ആഗ്നൽ എന്നിവരാണ് മരിച്ചത്. ഷൊർണൂരിൽ ചെന്നൈ മംഗലാപുരം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് പാളം തെറ്റി. ഒഴിവായത് വൻ ദുരന്തം. ട്രെയിൻ ഗതാഗതം താളം തെറ്റിയത് യാത്രക്കാരെ ദുരിതത്തിലാക്കി. കൊളകരയിലെ ആദിവാസികൾക്ക് വനാവകാശ നിയമപ്രകാരം ഭൂമി ലഭ്യമാക്കുന്ന നടപടികൾ ഊർജിതമാക്കാൻ തീരുമാനം. ആദിവാസികളും വനപാലകരുമായുള്ള പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം. പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ 2ാം ഘട്ട നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. 2020 ഒക്ടോബറിൽ പദ്ധതി പൂർത്തിയാക്കും. ആശങ്കകൾക്കൊടുവിൽ ലാലൂരിൽ IM വിജയൻ സ്പോർട്സ് കോംപ്ലക്സിന് തറക്കല്ലിട്ടു. 10 ദിവസം നീണ്ടുനിന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് കൊടിയിറങ്ങി. ജനലക്ഷങ്ങളുടെ മനസ്സിൽ ആവേശവർഷമായി ഉത്രാളിക്കാവ് പൂരം. TNT കുരുത്തട്ടിപ്പ് കേസിൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. സ്ഥാപന ഉടമകളുടെ 4 വാഹനങ്ങൾ ചേർപ്പ് പോലീസ് പിടിച്ചെടുത്തു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് Joy Alucas,